ഓണം മൂഡിലാണ് നമ്മളെല്ലാവരും. ഓണത്തിന് എപ്പോഴും നമ്മൾ സദ്യയെക്കാട്ടിലും കൂടുതൽ അന്വേഷിക്കുന്നത് പായസം ഏതാണെന്നായിരിക്കും. അപ്പോൾ ഒരു സ്പെഷ്യൽ പായസം റെസിപ്പിയാണ് ഇത്തവണത്തെ ഓണത്തിന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. ഇന്ന് നമ്മളുള്ളത് കൊണ്ടായി ലിപ്പ് റിസോർട്ട് ചെല്ലാനത്താണ്. റിസോർട്ടിലെ ഷെഫ് ഉല്ലാസാണ് നമുക്ക് വേണ്ടി ഈ സ്പെഷ്യൽ ഡിഷ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഷെഫിനെ ഒന്ന് പരിചയപ്പെട്ടാലോ ആദ്യം തന്നെ. ഹായ് ഷെഫ്. ഷെഫ് ഉല്ലാസ്. ഓക്കെ. അപ്പം ഇന്ന് നമുക്ക് ഷെഫ് ഉല്ലാസാണ് നമുക്ക് മധുരം നിറഞ്ഞ ഒരു ഓണവിഭവം തയ്യാറാക്കി നൽകുന്നത്. ഉല്ലാസം നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പായസം തന്നെയാണ് തയ്യാറാക്കുന്നത്. ഏത് പായസമാണെന്ന് നമുക്ക് ഷെഫിനോട് തന്നെ ചോദിക്കാം. ഇന്ന് ഏത് പായസമാണ് ഷെഫ് ഉണ്ടാക്കാൻ പോകുന്നത്? മാമ്പഴ പ്രഥമനാണ്. മാമ്പഴ പ്രഥമൻ. ഓക്കെ. ഇപ്പം യൂട്യൂബൊക്കെ ഒരുപാട് ഉള്ളത് കൊണ്ട് ഓരോ സദ്യ സമയത്തും പല വെറൈറ്റി ഡിഷസ് എല്ലാവരും കൊണ്ടുവരുന്നത്. മത്തൻ പായസം, എനിക്ക് തോന്നുന്നു വെജിറ്റബിൾ അടക്കം ഫ്രൂട്ട്സ് അടക്കം മിക്കതും കൊണ്ട് പായസം ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പം ഇന്ന് നമ്മളൊരു മാമ്പഴം പ്രഥമൻ. അപ്പം മാമ്പഴം പ്രഥമൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അല്ലേ. അപ്പം ആദ്യം നമുക്ക് വേണ്ടത് നല്ല മധുരമുള്ള മാമ്പഴം. അപ്പം ഇന്ന മാമ്പഴം എന്നുള്ളതുണ്ട്, അൽഫോൺസ്, അങ്ങനെ കുറെ നല്ല മധുരമുള്ള മാമ്പഴം വേണം. പിന്നെ ഉള്ളത് നമ്മുടെ തേങ്ങാക്കൊത്ത് അല്ലേ, ഏലക്കാപ്പൊടി, ഉണക്കമുന്തിരി, ചുക്കുപൊടി, വറുത്ത നല്ല ജീരകപ്പൊടി, കാഷ്നട്ട്, നെയ്യ്. ഇതൊരു 1/4 കിലോ ശർക്കരയുണ്ട്. നമ്മൾ ഒന്നര കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് ഊറ്റിയെടുത്ത ശർക്കര, ഒരു തേങ്ങയുടെ രണ്ടാം പാലും ഒന്നാം പാലും, പിന്നെ ചൗരി അല്ലേ. അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാന്ന് തോന്നുന്നു അല്ലേ. നമ്മുടെ ഇപ്പോൾ ഓൾറെഡി നമുക്ക് മാർക്കറ്റിലൊക്കെ ശർക്കരയൊക്കെ പൗഡറൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടും വേണ്ട. അപ്പം നമുക്ക് മാമ്പഴ പ്രഥമൻ തന്നെ തയ്യാറാക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കടായി നമ്മൾ ഉരുളിയോ ഒക്കെ വെച്ചു. ആദ്യം നെയ്യ് ഒരു 3 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിന് മുമ്പ് നമുക്ക് അടുപ്പ് കത്തിക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ 3 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നു. ആദ്യം തന്നെ മാമ്പഴം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഓക്കെ ഓക്കെ. ഹാഫ് ഡൺ ആക്കി എടുക്കണം. ഓക്കെ. ഇതിപ്പോൾ ഒരു മാങ്ങയല്ലേ നമ്മൾ? ഒരു മാങ്ങ. ഷെഫ് ഇവിടെ എത്ര നാളായി കൊണ്ടായി റിസോർട്ടിൽ? ഒരു 5 വർഷത്തോളമായി. അപ്പോൾ ഇത് ഓൺ ഡിഷാണോ ഇവിടുത്തെ? നമ്മുടെ ഇവിടുത്തെ റിസോർട്ടിൽ സദ്യക്കൊക്കെ ഓണ സ്പെഷ്യലായിട്ട് കൊടുക്കുന്നതാണ്. ഓണസദ്യ നമുക്ക് ഓർഡർ വരാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു വെറൈറ്റി ഡിഷ് അല്ലേ? അതെ അതെ. ഒത്തിരി അങ്ങ് സോട്ടായി പോകണ്ട, മാങ്ങ ഒന്ന് കടിക്കണം. ഓ അങ്ങനെ. അല്ലെങ്കിൽ പിന്നെ അത് മിക്സിയിലിട്ട് നമ്മൾ പേസ്റ്റ് രൂപത്തിൽ പേസ്റ്റ് ആകണ്ട. ഇതൊന്ന് ഒത്തിരി അങ്ങ് വഴണ്ട് പോകണ്ട. ഓക്കെ. നല്ല നെയ്യിൽ ഇങ്ങനെ നല്ല പഴുത്ത മാങ്ങ നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുകയാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അല്ലേ, നെയ്യുടെ ആ ഒരു സ്മെല്ലാണ്. ഒരു ഹാഫ് കുക്ക്ഡ് മതി അല്ലേ? മാങ്ങ നമുക്കൊന്ന് കടിക്കണം. ഓക്കെ. ഇവിടെ നമ്മൾ എല്ലാ പ്രാവശ്യം ഓണത്തിന് സദ്യ ഓർഡർ ഉണ്ട്, ഈ വർഷമുണ്ട്. അപ്പം ഓരോ വർഷവും നമ്മൾ ഡിഷസ് ഒക്കെ മാറ്റുന്നുണ്ട്. ഇപ്പം കോമൺ ആയിട്ടുള്ള സദ്യ ഒരു ഇലയിലുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. അത് കൂടാതെ നമ്മൾ ഇത്തരം വെറൈറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കസ്റ്റമേഴ്സിന്റെ ആവശ്യം പോലെ. ഓക്കെ. ഇപ്പം നമുക്കൊരു പകുതി ഒന്ന് ഡൺ ആയിട്ടുണ്ട്. ഓക്കെ. നമ്മുടെ ശർക്കര പാനി ഇതിനകത്ത് ചേർക്കാൻ പോവാം. ഒരു ബൗൾ അല്ലേ? ഒരു ബൗൾ. ഒരു 1/4 കിലോ ശർക്കരയുണ്ട്. 1.5 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഓക്കെ. ഞാൻ മാമ്പഴ പായസം കേട്ടിട്ടില്ല. അത് ഓൾറെഡി ഉണ്ടോ? അത് നമ്മൾ ഉണ്ട്. പിന്നെ എല്ലായിടത്തും അങ്ങനെ കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. ഉണ്ട്. അല്ല, ഇപ്പം മത്തങ്ങ ഉണ്ട്, ചേനയിട്ട് പായസം വെക്കുന്നുണ്ട്, പഴം, വാഴച്ചുണ്ട്, എല്ലായിട്ട് പായസം വെക്കുന്നുണ്ട്. എല്ലാം പക്ഷേ ഈ അടപ്രഥമൻ രീതിയിലാണ് വെക്കുന്നത് അല്ലേ? തേങ്ങാപ്പാൽ ചേർത്തിട്ട്. ഒന്ന് തിളച്ചൊന്ന് കുറുകണം. മത്തൻ പായസം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കറക്റ്റ് ഒരു കടലപ്പായസത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തോന്നും. നന്നായിട്ട് ഇതാവണോ, വറ്റിയെടുക്കണോ? ഒന്ന് കുറുകി വരണം. ഓക്കെ. കുറുകി കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം. ഇപ്പം ഇവിടെ ഷെഫ് ഏതെങ്കിലും മെയിൻ കാറ്റഗറി അങ്ങനെ വല്ലതും ഉണ്ടോ നമുക്കിവിടെ റിസോർട്ടിൽ?
ഇപ്പം ഷൂ ഷെഫ് അങ്ങനെ ഓരോ. അപ്പം നമ്മൾ ഏത് ഇപ്പൊ വെജ് വെക്കുന്നവരാണ്, നോൺ വെജ് ഓരോ കാറ്റഗറി ഉണ്ട്. ഓക്കെ, വെജിറ്റേറിയൻ ഫുഡ് വേണ്ടവർക്ക് പ്രത്യേക ഷെഫ് ഉണ്ട്. അപ്പൊ ഷെഫ് ഉല്ലാസ് അപ്പൊ ഏത് നമ്മൾ പഠിച്ചു വരുമ്പോൾ എല്ലാം കോമൺ പഠിക്കണമല്ലോ. നമുക്കിവിടെ ഓരോ സെക്ഷൻ ബേസ്ഡ് ഉണ്ട്. വെജിറ്റേറിയൻ ചെയ്യാൻ പ്രത്യേകം ഉണ്ട്, പിന്നെ ചൈനീസ് പ്രത്യേകം, ഇന്ത്യൻ പ്രത്യേകം, നോർത്ത് ഇന്ത്യൻ പ്രത്യേകം. നന്നായി തിളയ്ക്കുന്നുണ്ടല്ലേ? തിളയ്ക്കണം അല്ലേ? തിളച്ചൊന്ന് കുറുകി വരണം കേട്ടോ, നന്നായിട്ട് തിളച്ച് കുറുകി വരണം. എനിക്കൊന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാന്ന് തോന്നുന്നു മാമ്പഴ പ്രഥമൻ അല്ലേ? വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. പണ്ടൊക്കെ നമ്മൾ പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയായിരുന്നു? മറ്റേ അടയാണെങ്കിൽ നമ്മൾ അരിപ്പൊടി വെച്ച്, അരിപ്പൊടിയല്ലേ അതിട്ട് അത് ആദ്യമേ പുഴുങ്ങി അത് റെഡിയാക്കി. അപ്പം നല്ല പ്രോസസ്സാണ്, ടൈം നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അതെന്നുണ്ടെങ്കിൽ അടി പിടിക്കും അല്ലേ? ഇപ്പം മാമ്പഴത്തിന്റെയും ശർക്കരയുടെ ഒരു മണം വരുന്നത് നോക്കി, നല്ല സ്മെല്ലുണ്ട്, നല്ല സ്മെല്ലുണ്ട്. അത് സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആണ്. അതെ, ഇത് ഓരോ വർഷവും നമ്മൾ ഇവിടെ ഫുഡ് ഇപ്പം സദ്യക്ക് അതിന്റെ ട്രെൻഡ് അനുസരിച്ച് നമ്മൾ മാറ്റാറുണ്ടോ? എല്ലാ വർഷവും ഇവിടെ സദ്യ അവൈലബിൾ ആണ് ഓണ സമയത്ത്. അല്ല, ഞാൻ ചോദിക്കാൻ ഇപ്പം പറഞ്ഞില്ലേ മാമ്പഴ പ്രഥമൻ പറഞ്ഞു, അതുകൂടെ മത്തൻ പ്രഥമൻ പറയുന്നു, അല്ലെ കറികളിലാണെങ്കിലും വ്യത്യാസം കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഇതിലേക്ക് നമുക്ക് രണ്ടാം പാല് നന്നായിട്ട് കുറുകി നല്ല പരുവത്തിനായിട്ടുണ്ട്. പിന്നെ നമ്മൾ രണ്ടാം പാല് ഇത് ഓക്കെ, രണ്ടാം പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു തേങ്ങയുടെ ഒരു മുറി, ഒരു തേങ്ങയുടെ രണ്ടാം പാലാണ്. രണ്ടാം പാല് ഒരു തേങ്ങയുടെ. ഓക്കെ, നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. രണ്ടാം പാല് ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കും, ഒരു ഡാർക്ക് ഷെയ്ഡിൽ നിന്ന് ഒരിത്തിരി ഒരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നാം പാല് ചേർക്കുമായിരിക്കും അല്ലേ? ഇതിപ്പം ഒരു നമ്മൾ പ്രഥമൻ എന്ന് പറയുമ്പോൾ ഇലയിൽ ഒഴുകി പോകാൻ പാടില്ല. ഓക്കെ, അപ്പം ചൗവരിയും കൂടെ ചേർത്ത്. ചൗവരി ഉണ്ടോ? ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട്, രണ്ടാം പാലൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ വേവിച്ചെടുത്ത ചൗവരി, അതൊരു 1/4 കപ്പ് ചൗവരി വേവിച്ച് ഒരു 2 മണിക്കൂറോളം നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഇട്ടൊന്ന് കുതിർത്തിട്ട് വേവിക്കണം. അപ്പോൾ ഈ മാങ്ങയുടെ കൂടെ ചൗവരി ഒന്ന് കടിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും, ഒരു പ്രത്യേക ഫീൽ കിട്ടും ചൗവരി കടിക്കുന്നതിൻ്റെ. നന്നായിട്ട് കുറുകിയെടുക്കണം. അപ്പം ഷെഫ് പറഞ്ഞു നമ്മൾ സദ്യക്ക് വിളമ്പുമ്പോൾ അടപ്രഥമൻ ഇങ്ങനെ ഇലയിൽ നിന്ന് ഒഴുകി പോകാൻ പാടില്ലെന്ന്. അപ്പം അത് നന്നായിട്ട് കുറുകി വരുന്നിടം വരെ നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കണം. അത് കുറച്ച് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പൊ തന്നെ ഒരു തിക്ക് കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. ചൗവരിയും കൂടെ ആയി കഴിയുമ്പോൾ നല്ലൊരു കുറുകും. പിന്നെ ആ ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അധികം സമയമൊന്നും എടുക്കുന്നില്ല കേട്ടോ ഇത് തയ്യാറാക്കാൻ. എനിക്കൊന്ന് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാം. നമ്മളിപ്പം വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഇത്തവണത്തിന് ഓണത്തിന് നമ്മൾ ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് അവർക്ക് നല്ല അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ പായസമായിരിക്കും മാമ്പഴ പ്രഥമൻ. പായസം ഉണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം, അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ശർക്കര ആകുമ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളിവിടെ ഏറ്റവും കൂടുതൽ പോകുന്ന ഈ വെജാണോ നോൺ വെജാണോ ഏറ്റവും കൂടുതൽ? നമുക്ക് ആക്ച്വലി ഇവിടെ നമുക്ക് ഫിഷ് ഐറ്റംസ് ഒത്തിരി അവൈലബിൾ ആണ്. നമുക്ക് അങ്ങനെ ഒരു ഏരിയ ആണല്ലോ ഇത്. അതെ, ആലപ്പുഴ ചെല്ലാൻ ഭാഗമായിട്ട് നല്ല ഫ്രഷ്. ഇവിടെ അടുത്ത് തന്നെയാണ് ബീച്ച് ഉള്ളത്, ഹാർബർ ഉണ്ട്. ഫിഷ് ഐറ്റംസ് ആണ് കൂടുതൽ പോകുന്നത്. പിന്നെ നമുക്ക് നാടൻ, അതായത് നാടൻ ഇലയിൽ കൊടുക്കുന്ന സദ്യ കൊടുക്കുന്നുണ്ട്. എനിക്കൊന്ന് ഓണം ഇങ്ങനെ സീസണൽ ആകുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ സീസണിലാകുമ്പോഴാണ് സദ്യക്ക് ഓർഡർ പ്രയോറിറ്റി വരുന്നത്. പിന്നെ നമുക്ക് ഈ ഫോറിൻ ഗസ്റ്റുകൾ വരുന്നുണ്ട്, ആ സമയത്ത് അവരുടെ ഗ്രൂപ്പ് വരാറുണ്ട്. അപ്പോൾ അവരുടെ ഗ്രൂപ്പ് പോകുന്ന സമയത്ത് ലാസ്റ്റ് ഡേ നമ്മൾ സദ്യ കൊടുക്കുന്നത്. അത് ഏത് ടൈം ആണെങ്കിലും അവർക്ക് നമുക്ക് നമ്മുടെ ട്രഡീഷണൽ സദ്യ കൊടുത്താണ് അവരെ നമ്മൾ ഹാപ്പിയാക്കി വിടുന്നത്. ഇത് കുറുകിയിട്ടുണ്ട്, നന്നായിട്ട് കുറുകിയിട്ടുണ്ട് അല്ലേ? അതെ അതെ. ഇനി നമ്മൾ ഒന്നാം പാല് നമുക്ക് അധികം ജോലിയൊന്നുമില്ല. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അധികം വേവിക്കണ്ട. ഇത് നന്നായിട്ട് ഇപ്പൊ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്ത് ഒരു നുള്ള ജീരകപ്പൊടി അല്ലേ? ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ചുക്കുപൊടി, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി.
തിക്ക് കൺസിസ്റ്റൻസി ആയപ്പം നമ്മൾ അതിനകത്തേക്ക് ചുക്ക്, ഏലക്കാപ്പൊടി, ജീരകപ്പൊടി അല്ലേ, അതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തോണ്ടിരിക്കുക. നല്ല മണം വരുന്നുണ്ട് നമുക്ക്. നല്ല സ്മെല്ലുണ്ട്. ആ ജീരകവും എല്ലാം പൊടികളെല്ലാം ചേർത്തപ്പോഴേ. ജീരകം നമ്മൾ വറുത്ത് പൊടിച്ചാണ്. അതിൻ്റെ ഒരു സ്പെഷ്യൽ മണം വരും. അതിന് സ്മെല്ല് കൂടുതൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മൾ വറുത്തിട്ട് പൊടിക്കും. ഇനി നമ്മൾ ഫൈനൽ നമ്മുടെ ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അധികം വേവിക്കണ്ട അല്ലേ, തിളപ്പിക്കണ്ട. നമുക്ക് എന്ത് സിമ്പിൾ റെസിപ്പിയാണ്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഒന്നാം പാൽ ഒഴിക്കാണേ. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യാം. ഓൾറെഡി ആ ഒരു ചൂടിൽ കിടന്നൊന്ന് പാകമായാൽ മതിയല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ സിമ്പിൾ ഡെലീഷ്യസ് ആയിട്ടുള്ള നമ്മളെ മാമ്പഴം അടപ്രഥമൻ സെറ്റായിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു ഫൈനലായിട്ട് എനിക്കൊന്ന് നെയ്ക്കകത്ത് വറുത്ത് അല്ലേ കാഷ്നട്ടും ഒക്കെ ചേർക്കണമെന്ന് തോന്നുന്നു. സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകി നല്ല അടപ്രഥമൻ ഒരു ടൈപ്പ് വരുന്നുണ്ട്. മാമ്പഴത്തിൻ്റെ പീസൊക്കെ ഉണ്ട്. പക്ഷേ ആ മാമ്പഴത്തിൻ്റെ പീസ് ഉണ്ടെങ്കിൽ അടപ്രഥമൻ. അതെ. നമുക്കിനിയും അടുത്തത് ഇതിന് വേണ്ട അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്തും എല്ലാം നെയ്യിലൊന്ന് വറുത്ത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്ത് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മുടെ ഫൈനൽ അല്ലേ. അതെ. ഓക്കെ, നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാവേ. ഓക്കെ. അപ്പോൾ നമ്മുടെ പായസം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഇനിയും നെയ്ക്കകത്ത് നമ്മുടെ കാഷ്നട്ടും മുന്തിരിങ്ങയും എല്ലാം തേങ്ങാക്കൊത്തും എല്ലാം ഒന്ന് വറുത്ത് കോരിയിടണം. അപ്പം അങ്ങനെ ചെയ്യാം. ശരി. അപ്പം നമ്മുടെ മാമ്പഴ പായസത്തിലേക്ക് നമ്മുടെ ഫൈനൽ നമ്മുടെ കാഷ്നട്ടും കിസ്മിസും തേങ്ങാക്കൊത്തും ഒക്കെ നമുക്ക് വറുത്ത് കോരി ഇത് ചേർക്കാം. മാമ്പഴപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. നെയ്യിൽ വറുത്ത് കോഴിയ ക്രിസ്മസും കാഷ്നട്ടും തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട് നല്ല ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അടിപൊളിയാണ്, സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓണക്കാലം ആകുമ്പോൾ നമ്മൾ പായസം ഏതൊക്കെ വെറൈറ്റിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം ഗസ്റ്റിൻ്റെ മുന്നിൽ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്തായാലും നമുക്ക് സേമിയയും അടപ്രഥമനും ഒക്കെ മാറ്റി വെച്ചിട്ടാണ് നമുക്ക് മാമ്പഴപ്രഥമൻ ഈ ഓണത്തിന് നമുക്ക് തയ്യാറാക്കാം. അടിപൊളിയായിട്ടുണ്ട് ഷെഫ് പ്രിപ്പയർ ചെയ്ത മാമ്പഴപ്രഥമൻ.